ഈശ്വരയ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനം, കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. നമ്മൾ ഈശോയെ അനുഗമിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഈശോയുടെ ജീവിതം അതേപടി തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തികമാക്കാനുള്ള കടമ നമുക്കുണ്ട്. പരിശുദ്ധാത്മാവാണ് ആ ലക്ഷ്യത്തെ നമ്മൾ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 12 വയസ്സ് വരെ ആരെയും കാണാതെ ജീവിക്കുകയും 30 വയസ്സ് വരെ അമ്മയുടെ കൂടെ ആയിരിക്കുകയും 33-ാമത്തെ വർഷം കുരിശുമെടുത്ത് മരിക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഈശോയെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി നമ്മളും നമ്മുടെ ജീവിതത്തിനെ കുറിച്ചുള്ള പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക. ഈശോ പറഞ്ഞ ഒരു വാക്ക് നമ്മളെ ഉറപ്പിച്ച് ബോധ്യപ്പെടുത്തുന്നു: ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നില്ല എന്ന്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇത് തന്നെയാണ് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. ഈശോയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ കാണിച്ചു തന്ന കാര്യം അതേപടി നമ്മളും അനുഗമിക്കുക എന്നുള്ളതാണ് ജീവിക്കാനുള്ള ഏക മാർഗം. അതുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ഈശോ തന്റെ വ്യക്തി ജീവിതത്തിൽ എപ്പോഴും അനുഗമിച്ചതുപോലെ നമ്മളും നമ്മെ കുറിച്ചുള്ള പിതാവിന്റെ ഇഷ്ടം പരിപൂർണമായി പൂർത്തീകരിക്കാൻ നമുക്ക് കൃപയാവട്ടെ. ആമേൻ.